ബിസ്മില്ല അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നി ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്ത് ഫാത്തിഹയുടെ തഫ്സീർ പാർട്ട് 1 കടക്കുകയാണ് അല്ലെ. ഇതുവരെ നമ്മൾ എന്തിനാണ് ഈ കോഴ്സ് അല്ലെ, ഇതിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, അതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റ്, മനോഭാവം എന്തായിരിക്കണം, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തമാകേണ്ടതിന്റെ ആവശ്യം, ഖുർആൻ നമ്മളിലേക്ക് എങ്ങനെ എത്തി എന്നത്, ഏത് രീതിയിലാണ് വഹി അവതരിക്കപ്പെട്ടത് എന്നൊക്കെ നമ്മൾ ഇന്നലെയും മിനിയാന്നുമായിട്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ കണ്ടു അല്ലെ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെ. എന്നാൽ അതിനു മുൻപായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഈ ക്ലാസ്സുകൾ, ഈ തഫ്സീർ ക്ലാസ്സുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതൊരു ഖുർആൻ ഹിഫ്ളാക്കലാണോ അർത്ഥം പഠിക്കലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പഠന രീതി എങ്ങനെയാന്നുള്ളതൊന്ന് പറയുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ തഫ്സീർ പഠനത്തിന്റെ രീതി എന്താണ് അല്ലെ, അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ, ഇതിന്റെ റൂട്ട് വേർഡ്സ്, അതേപോലെ തന്നെ അറബി ഭാഷയുടെ ഭംഗി, ഈ പഠനം എന്തിനെന്നൊരു ഓർമ്മപ്പെടുത്തൽ, അതുപോലെ തഅബ്ബുദ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം തന്നെ ഈ തഫ്സീറിന്റെ പഠന രീതി എന്തൊക്കെയാണെന്ന് പറയാം. ഓരോ സൂറത്ത് എടുക്കുമ്പോഴും നമ്മൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ആ സൂറത്തിനുള്ള പ്രത്യേകതകൾ സംസാരിക്കും. അതേപോലെ തന്നെ ചില സൂറത്തുകൾക്ക് പ്രത്യേക പ്രതിഫലങ്ങളുണ്ട് അല്ലെ. അതേപോലെ ചിലപ്പോൾ ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ, വഹി ഇറങ്ങിയ പശ്ചാത്തലം, ഇവയെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. അതിനുശേഷം ഓരോ വേർഡ് അനാലിസ് ചെയ്യും അല്ലെ. അതായത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും എന്താണ്, അതെന്താണ് സൂചിപ്പിക്കുന്നത് അല്ലെ, ഇവയെല്ലാം കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ, തർജുമ എന്താണ്, അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയൊക്കെ ഓരോ ആയത്തിൽ നിന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വാക്കുകളുടെ വിശകലനം, വെറും വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് അറിഞ്ഞു പോകുന്നത് മാത്രമാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഖുർആന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂല അല്ലെ. അപ്പൊ നമുക്ക് ഖുർആനിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഖുർആനിൽ ഇറങ്ങിച്ചെന്ന്, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതിനോടൊരു ഇഷ്ടം നമുക്ക് ഉണ്ടാവണം അല്ലെ. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, ഇഷ്ടമുള്ളത് നമുക്ക് മനസ്സിൽ വേഗം തങ്ങി നിൽക്കും, നമ്മൾ അതിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങി ചെല്ലും. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നിൽക്കൂല അല്ലെ, അത് ശരിക്കും നമ്മൾ അതിന് ഇട്ടേച്ച് പോകും. എന്നാൽ നമ്മൾ ഇഷ്ടത്തോടെ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കും. അതിനാൽ ഖുർആനിന്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോഴേ അത് നമുക്ക് ഹൃദയത്തിൽ പതിയും. നമ്മളിൽ പലർക്കും ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ മുന്നേ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ഖുർആന്റെ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെ. ഇതിലൂടെ മാത്രമാണ് നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അത് നമ്മളിൽ നിന്ന് ട്രാക്ക് വിട്ടുപോകും, നമുക്കതിനെ പിടുത്തം കിട്ടൂല. നമുക്കൊരു ഏകദേശ രൂപം മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ, എന്താണ് അതിൽ പൂർണ്ണമായിട്ടും പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് അർ റഹ്മാൻ അർ റഹീം എന്ന് പറയുമ്പോൾ പരമകാരുണ്യകനും കരുണാനിധിയുമാണ് അല്ലെ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ചെറിയ പ്രായത്തിലെ ഖുർആൻ പഠിക്കുമ്പോൾ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ടുള്ളതാണ് ഈ ഒരു ഖുർആൻ സൂറത്തുൽ ഫാത്തിഹന്റെ ഒക്കെ അർത്ഥം അല്ലെ. അന്ന് നമ്മൾ ഇങ്ങനെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് അത്രേ അറിയുള്ളൂ. അള്ളാഹു പരമകാരുണ്യകനാണ്, കരുണാനിധിയുമാണ്, അതിൽ കൂടുതൽ നമുക്ക് അറിയില്ല. പക്ഷെ അത് അറബി ഭാഷയിൽ അതിന്റെ റൂട്ട് ലെറ്റേഴ്സിലേക്ക് നോക്കുമ്പോൾ അതൊരു പൂർണ്ണമായ വേറൊരു അനുഭവം തന്നെയാണത് അല്ലെ. ആ ആയം നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നത് അറബി ഭാഷയുടെ പ്രത്യേകതകള് മറ്റു ഭാഷകളിൽ പൂർണ്ണമായി എത്തിക്കാനാകാത്തത് കൊണ്ടാണ് അല്ലെ. കാരണം നമ്മൾ പഠിച്ചു വളർന്നു വന്ന ഭാഷ മലയാളമാകട്ടെ മറ്റേതെങ്കിലും ഭാഷയാകട്ടെ, അത് അറബി ഭാഷയുടെ വ്യാപ്തിയോളം വളർന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾക്ക് ചിലപ്പോൾ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണം. ഇൻഷാ അല്ലാ ഈ പഠനത്തിലൂടെ ആ കുറവ് നികത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഖുർആനിനെ ഹൃദയത്തോടെ മനസ്സിലാക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ഇൻഷാ അല്ലാ. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിന്റെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ റൂട്ട് ലെറ്റേഴ്സ് അല്ലെ, റൂട്ട് വേർഡ്സ്. ഇത് ശരിക്കും നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് ഇത് പിന്നെ ആയിഷ മാമിന്റെ നൂർ സുദരിയിലെ ക്ലാസ്സുകൾ ഷോർട്ടൺ ചെയ്ത് പിന്നെ സമയമില്ലാത്ത ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് റൂട്ട് ലെറ്റേഴ്സ് നമുക്ക് കട്ട് ചെയ്യാമെന്നാണ്. കാരണം കുറെ സമയം നമുക്ക് പിന്നെ കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ റൂട്ട് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല. നമ്മൾ മുന്നേ പഠിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെ. നമ്മൾ ഖുർആൻ തഫ്സീർ വായിക്കുന്ന രീതിയിൽ വേർഡ് മീനിങ്ങും അതിന്റെ തർജുമയും പറഞ്ഞിട്ട് അങ്ങനെ പോകേണ്ടി വരും. പക്ഷെ ശരിക്കും നമുക്ക് ഖുർആന്റെ ആയത്തിലേക്ക് ഇറങ്ങാനും അത് മനസ്സിലാക്കാനും പറ്റുന്നത് അതിന്റെ റൂട്ട് ലെറ്റേഴ്സ് പഠിക്കുമ്പോഴാണ്, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അറബി ഭാഷ വളരെ ഭംഗിയുള്ളതും സിസ്റ്റമാറ്റിക്കുമായ ഒരു ഭാഷയാണ്. അത് ഒരു ഗെയിം പോലെയാണ്. അതാണ് ഈ ഒരു റൂട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിം പോലെയാണ് അല്ലെ. കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ നമുക്ക് ആദ്യത്തിൽ തോന്നും, പക്ഷെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഹരം പിടിച്ചാൽ പിന്നെ നിർത്താൻ തോന്നൂല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാനും നൂർ സുദരിയിൽ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അൽഹംദുലില്ലാ അതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അല്ലെ. നൂർ സുദരിയിൽ ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടാവും അല്ലെ. നമുക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അപ്പൊ തുടക്കത്തിൽ ഇത് കാണുമ്പോൾ പ്രയാസം തോന്നണ്ട ആർക്കും. ഇൻഷാ അല്ലാ നമുക്ക് പോകെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാ പറ്റുന്നവർ പഠിക്കാൻ ശ്രമിക്കുക, അല്ലാത്തവർ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പോവാട്ടോ ഇൻഷാ അല്ലാ. എന്നാലും അത് കുറെയൊക്കെ നമ്മൾ റൂട്ട് ലെറ്റേഴ്സും കൂടി പറഞ്ഞിട്ട് ക്ലാസ് മുന്നോട്ട് പോവാന്നാ വിചാരിക്കുന്നത്. എങ്കിലേ നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ അറബി ഭാഷയിൽ അധികം വാക്കുകളും ഒരു വേരിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം, ഈ ഒരു മരത്തിന്റെ റൂട്ടിൽ വേരിന്റെ ഭാഗത്ത് നമുക്ക് കാണാം ഐൻ, ലാം, മീം അല്ലെ. ഈ 3 ലെറ്റർ ആണ് അല്ലെ. ഇതാണ് ഇതിന്റെ റൂട്ട് ഇൽമ്. ഇതിന്റെ വേരുണ്ട്, അതുപോലെ തന്നെ തണ്ടുകളുണ്ട്, ശാഖകളുണ്ട്, ഇലകളുണ്ട്, അതുപോലെ റൂട്ട് ലെറ്റേഴ്സ്. ഈ റൂട്ട് ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇതിന്റെ വേരെന്ന് പറഞ്ഞു. അതിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഈ ശാഖകളും ഇലകളും ഒക്കെ അല്ലെ. പലപ്പോഴും റൂട്ട് ലെറ്റേഴ്സ് 3 അക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലെ. അക്ഷരങ്ങൾ ഇച്ചിരി വലുതാക്കി കാണിക്കോ? സാധാരണയായിട്ട് നമുക്ക് പിന്നെ റൂട്ട് ലെറ്റേഴ്സ് ഈ 3 ലെറ്റേഴ്സിലായിട്ട് കാണാം. ചില സാഹചര്യങ്ങളിൽ 4 ഒക്കെ ആയിട്ട് വരാം. ഈ റൂട്ട് ലെറ്റേഴ്സിന്റെ അടിസ്ഥാന അർത്ഥം എന്ന് പറയുന്നത് അറിവ്, പഠനം, അതുപോലെ തന്നെ ശാസ്ത്രം എന്നൊക്കെയാണ്. ഇതിൽ നിന്ന് വരുന്ന വാക്കുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇൽമ് അറിവ് അല്ലെ. ആലിം അവൻ അറിഞ്ഞു, അതുപോലെ തന്നെ ആലിമ അറിവുള്ള ആള്. പിന്നെ താലീം വിദ്യാഭ്യാസം, അല്ലമ പഠിപ്പിച്ചു. അപ്പൊ ഈ 3 ലെറ്റേഴ്സിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകളാണ് ഈ ഒരു മരത്തിന്റെ ഇലകളായിട്ടും ചില്ലകളായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഖുർആനിൽ ഈ ലെറ്റേഴ്സ് വന്നിട്ട് വരുന്ന വാക്കുകൾ ഏത് കണ്ടാലും നമുക്ക് ഈ ഒരു പിന്നെ റൂട്ട് ലെറ്ററിന്റെ വേർഡ് മീനിങ്ങും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്ന വേർഡ്സ് ഖുർആനിൽ എവിടെ കണ്ടാലും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഐൻ, ലാം, മീം. ഇത് 3 വെച്ച് വരുന്ന ഒരു വേർഡാണ്, ഇൽമാണ് അല്ലെ. അറിവ് എന്നതാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ റൂട്ടിന്റെയും അർത്ഥം നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഖുർആനിൽ ആ റൂട്ട് വരുന്ന വാക്കുകൾ കണ്ടാൽ മുഴുവനായിട്ട് അർത്ഥം കണ്ടുപിടിക്കാനും നമുക്ക് എളുപ്പമാകും. ആദ്യത്തിലൊക്കെ നമുക്ക് കുറച്ച് പ്രയാസം തോന്നും, പിന്നെ നമ്മളത് അങ്ങനെ പഠിച്ചെടുത്തോളും ഇൻഷാ അല്ലാ. അപ്പോ ഈ റൂട്ട് ലെറ്റേഴ്സിനെ സംബന്ധിച്ച് ആരും ബേജാറാവണ്ട, ആരും പേടിക്കേണ്ട. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതാണ്. ഇൻഷാ അല്ലാ ഇങ്ങനെ ലെറ്റേഴ്സ് നമ്മൾ തുടർച്ചയായി പഠിക്കും. അപ്പൊ നമുക്ക് കുറെ വേർഡ്സ് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അതൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പമാകും ഇൻഷാ അല്ലാ. നെക്സ്റ്റ് വരുന്നത് അറബി ഭാഷയുടെ ഭംഗിയാണ് അല്ലെ. ഇതൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് അവസാനത്തെ ഗ്രന്ഥമായ ഖുർആൻ അറബിയിൽ ഇറക്കിയത് അല്ലെ? ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന അൻസൽനാഹു ഖുർആന അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അത് അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായി അവതരിപ്പിച്ചിരിക്കുന്നു അല്ലെ. ഇവിടെ ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കണം, ബുദ്ധി ഉപയോഗിക്കണം, മനസ്സിലാക്കണം എന്നതിന് വേണ്ടിയാണ് അറബി ഭാഷയിൽ ഇറക്കിയിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ അറബി പഠിക്കുക, കാരണം അത് നിങ്ങളുടെ ചിന്താശേഷി, ബുദ്ധി വർദ്ധിപ്പിക്കുന്നു.
ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ലെ. സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, ബുദ്ധി ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂന്ന. പക്ഷെ ഇവിടെ പറയുന്നത് പഠിച്ചാല് ബുദ്ധി വർദ്ധിക്കും. ഇത് ചെറിയൊരു കാര്യമല്ല അല്ലെ. നമ്മൾ അറബി എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മെമ്മറി ശക്തമാകും, വിശകലന ശേഷി കൂടും, ചിന്തയുടെ ആഴം വർദ്ധിക്കും. ഇത് വെറും ഇമോഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ശരിക്കും ഭാഷ പഠിക്കുന്നത് തന്നെ ന്യൂറോ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ബ്രെയിൻ കണക്ഷൻ കൂട്ടുന്ന പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്ത ഒരു ഭാഷയാണ് അറബി. ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവണം അല്ലെ. അവരെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കണം എന്നത് സത്യമായ ആഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ അറബി പഠിക്കണം എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതല്ലേ അല്ലെ. നമുക്ക് അള്ളാഹുമായിട്ട് അടുക്കണം, അള്ളാഹുവിനെ അറിയണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചിന്തയാണ് അല്ലെ. അല്ലാതെ ഒരിക്കലും നമുക്ക് അതിനെ സമീപിക്കാൻ പറ്റൂല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ, ഇഷ്ടത്തോടെ നമ്മൾ അതിനെ സ്വീകരിച്ചാലേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അറബി പഠിക്കുന്നത് വെറും ഒരു അറബി ഭാഷ പഠിക്കുന്നതായിട്ടല്ല, അള്ളാഹുവിന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹവും ശ്രമവും ആയിരിക്കണം. ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു യാത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിക്കും ഹൃദയത്തിനും ഒരുമിച്ച് പരിശീലനം കിട്ടുന്നതാണ് അല്ലെ. അറബി നമ്മൾ പേടിക്കേണ്ടതോ ഒന്നും ആയിട്ടുള്ള ഒരു ഭാഷയല്ല. ആർക്കും പഠിക്കാവുന്ന, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഭംഗിയുള്ള അല്ലെ ഒരു അത്ഭുത ഭാഷ തന്നെയാണ് അറബി. ഇൻഷാ അല്ലാഹ് ഇനി ഈ പഠനം, നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ള ഈ തഫ്സീർ പഠനം എന്തിനാണ്, അത് നമ്മളെല്ലാവരും ശരിക്കും ഒന്ന് ഓർക്കേണ്ടതാണ് അല്ലെ. നാം ഈ കോഴ്സിൽ വന്നത് ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടാണോ അല്ലെ. നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്? അല്ല, നമ്മൾ തന്നെ തെരഞ്ഞെടുത്തതാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ മനസ്സിന് യഥാർത്ഥ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്, നമ്മൾ ഈ കോഴ്സ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പറയുന്നുണ്ട്, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കുവാനായി മാത്രമാണ് അല്ലെ. ഇപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താ? ഒരു യഥാർത്ഥ ആബിദാകുക എന്നത്. ഇബാദത്ത് എന്നത് നമസ്കാര സമയം മാത്രമല്ല, ജീവിതം മുഴുവൻ ഇബാദത്താക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ സന്തോഷവും ഓരോ കഷ്ടതയും നമ്മളെ ഒരു പൂർണ്ണ ആബിദാക്കാനുള്ള പരിശീലനമാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ടൂളുകളാണെന്ന് നമ്മൾ അത് മനസ്സിലാക്കിയിട്ടില്ല അല്ലെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും ഓരോ ബന്ധവും ഓരോ സാഹചര്യവും നമ്മളെ ആബിദാക്കാനുള്ള ടൂളുകളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വിട്ടുപോയി. നമ്മളത് അങ്ങനെ മനസ്സിലാക്കുന്നില്ല അല്ലെ. നമ്മൾ എങ്ങനെ പഠിച്ചു വെച്ചത്? ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന എന്താ? നല്ല മക്കളാവണം അല്ലെ, നല്ല മോളാകണം, നല്ല പഠിക്കണം, നല്ല ജോലി നേടണം, അതേപോലെ തന്നെ നല്ല കരിയർ വേണം, നല്ലൊരു വിവാഹം വേണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ലതായി, പെൺകുട്ടികളോട് പ്രത്യേകിച്ച് നമ്മൾ പറയാ, ശരിക്കും പാചകം ചെയ്യാനൊക്കെ നല്ല പഠിക്കണം അല്ലെ. ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അവരെ സന്തോഷിപ്പിക്കണം, അവരുടെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്തണം. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങൾ അല്ലെ. സമൂഹത്തിന് നല്ലൊരു നമുക്ക് വേണം. ചുരുക്കി പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക എന്നതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെ. പക്ഷേ ആരെയും 100% തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അല്ലെ. എത്ര ശ്രമിച്ചാലും പരാതികൾ മാത്രമായിരിക്കും ബാക്കി. അവസാനം നമ്മൾ ശൂന്യതയിലായിരിക്കും. അപ്പോഴേക്കും നമുക്ക് ഒരുപാട് കാലങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പ്രായം ഒരുപാട് എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ 30, 40, 50 ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളപ്പോഴാണ് ഒരു ദിവസം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ ഇത്രയും വർഷം എന്തിനായിരുന്നു ജീവിച്ചത് അല്ലെ. എനിക്ക് എന്താണ് കിട്ടിയത്? ഇത്രയും കാലത്തെ എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നേടിയത്? ഞാൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചു, എന്നിട്ട് എന്താ ഉണ്ടായത് അല്ലെ. പണം സമ്പാദിച്ചവരും ചോദിക്കും, കുടുംബത്തിനായി ജീവിച്ചവരും ചോദിക്കും. എല്ലാവരും ഈ ഒരു ചോദ്യം, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, എല്ലാവരിലും വന്നെത്തുന്ന ഒരു സമയമുണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം നമ്മളൊക്കെ ജീവിച്ചു പോയ ലക്ഷ്യം തെറ്റായിരുന്നു. യഥാർത്ഥ പ്രശ്നം, നമ്മൾ ആളുകളിലൂടെ സമാധാനം തേടി, ബന്ധങ്ങളിലൂടെ പൂർണ്ണത തേടി അല്ലെ, പണത്തിലൂടെ സന്തോഷം തേടി. പക്ഷെ സ്ഥിരമായ സമാധാനം അള്ളാഹുവിലൂടെ മാത്രമേ ലഭിക്കൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല അല്ലെ. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ട് പോലുമില്ല.
കല്യാണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിയ പർപ്പസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു തആലയെ മാത്രം ആരാധിക്കുക എന്നതാണ്. അവനെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം നയിക്കുക എന്നതാണ്. കല്യാണം ഒരിക്കലും ഒരു അന്തിമ ലക്ഷ്യമല്ല, അത് ഒരു മാർഗം മാത്രമാണ് അല്ലെ. അള്ളാഹുവിനോട് അടുക്കാനുള്ള ഓരോ ടൂൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അള്ളാഹുവിനെ ആരാധിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭർത്താവ്, ഭാര്യ, മക്കള്, മാതാപിതാക്കള്, സമ്പത്ത്, സാഹചര്യങ്ങള്, കഴിവുകൾ, ഇവയെല്ലാം അള്ളാഹു തന്നിട്ടുള്ള ടൂൾസ് ആണ്. അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ടൂൾസ് ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി അല്ലെ. അല്ലാതെ അത് നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണരുത്. ഈ ടൂൾസിന്റെ യഥാർത്ഥ ഉപയോഗം അള്ളാഹുവിനോട് അടുക്കാൻ തന്നെയാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ, അവനെ തൃപ്തിപ്പെടുത്താൻ തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മൾ ഈ ടൂൾസിനെല്ലാം തന്നെ എന്താക്കും? ലക്ഷ്യമാക്കി മാറ്റി. വാദിയെ തന്നെ ലക്ഷ്യമായി കണ്ടു. വർഷങ്ങളോളം ജീവിച്ചിട്ടും ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് വ്യക്തമായി അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നും പലരും ജീവിക്കുന്നത്. ഇതെല്ലാം എന്തിനാണ് എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നത് വരെ, യഥാർത്ഥ തിരിച്ചറിവ് അവരിലേക്ക് എത്തുന്നത് വരെ അല്ലെ. എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന സഹായ സംവിധാനങ്ങളാണെന്ന് നാം മനസ്സിലാക്കുക. അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് അവയെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. അതിനുവേണ്ടി മാത്രമാണ് അത് നാം ഇനിയെങ്കിലും തിരിച്ചറിയണം. നമ്മുടെ സമയം പാഴാക്കിക്കൂടാ അല്ലെ. നമ്മളെ വിലപ്പെട്ട സമയം നമ്മൾ റബ്ബിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം, ദുനിയാവിൽ അള്ളാഹു നമ്മളെ എന്തിനാണോ സൃഷ്ടിച്ചത് എന്നുള്ള യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക, നമ്മൾ ഓടുക അല്ലെ. റബ്ബിന്റെ പിന്നാലെ നമ്മൾ ഓടുക. അള്ളാഹു നമ്മളിലെ നമുക്ക് എന്താണോ ആവശ്യം അത് അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ തഫ്സീർ പഠനം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ. ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. തഫ്സീർ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഒളിപ്പിച്ചിട്ടുള്ള ഒന്നിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതേപോലെ തന്നെ മറഞ്ഞിരിക്കുന്നതിനെ വ്യക്തമാക്കുക, പ്രകാശിപ്പിക്കുക, വ്യക്തമായി വിശദീകരിക്കുക എന്നൊക്കെയാണ് തഫ്സീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ ശരിയായ രീതിയിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് തഫ്സീർ പഠനം നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ അതിനുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഔദും ബിസ്മിയും അതിന്റെ മര്യാദയിൽപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ ശരണം തേടുന്നു. പക്ഷെ നമ്മൾ ഇത് എത്ര ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മൾ ദിനേന ഖുർആൻ ഓതുമ്പോ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നമ്മൾ ഇതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതിന്റെ തർജ്ജമ പറയുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. നമുക്ക് ഇത്രയും അറിയാം അല്ലെ, പിശാച് ശപിക്കപ്പെട്ടതാണ്, അതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. അത്രയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. കാരണം ഖുർആൻ തുടങ്ങുന്ന നിമിഷം മുതൽ തന്നെ ശൈത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിക്കും അല്ലെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ പിശാചിൽ നിന്നും ശരണം തേടണം അല്ലെ. ഖുർആൻ എന്നത് ഹിദായത്താണ്, വെളിച്ചമാണ്, അതേപോലെ തന്നെ സത്യമാണ്. ശൈത്താന് സത്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. അതുകൊണ്ടാണ് സത്യത്തിലേക്ക് നീങ്ങുന്ന ഓരോ മനുഷ്യനെയും അവൻ തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അല്ലെ. ഔദു, ശരണം തേടുന്നു. ഔദു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശരണം തേടുന്നു അല്ലെ. ഒരു ഷട്ടർ നമ്മൾ തേടുകയാണ്. നമ്മൾ ഒരു പുറത്തേക്ക് പോവാന്ന് വിചാരിക്കുക, പെട്ടെന്ന് നല്ലൊരു കനത്ത മഴ പെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേഗം ഒരു ഷട്ടറിന് കീഴിൽ അല്ലെ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ മുന്നിലേക്കൊക്കെ നമ്മൾ കയറി കൂടും. അതേപോലെ തന്നെ
നല്ല പൊള്ളുന്ന വെയിലത്ത് നമ്മൾ പുറത്ത് നടക്കാന്ന് വിചാരിക്കും ടൗണിലൊക്കെ. ആ സമയത്ത് നമ്മൾ എന്താക്കും? നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് തന്നെ വേഗം ഒരു കുട ചൂടും അല്ലെ? എന്തുകൊണ്ടാണിത്? അതായത് നമ്മൾ നമ്മളെ സംരക്ഷിക്കുകയാണ് അല്ലെ? നമുക്ക് ആ ചൂടും ആ മഴയൊന്നും താങ്ങാനാവൂല. അതുപോലെ തന്നെയാണ് ശൈത്താന്റെ അറ്റാക്ക് അല്ലെ? നമുക്ക് ഒറ്റക്ക് താങ്ങാൻ കഴിയൂല. അതുകൊണ്ട് നമുക്ക് ഒരു ഷട്ടർ നിർബന്ധമായിട്ടും വേണം. അപ്പൊ അതാണ് നമുക്ക് അള്ളാഹു അല്ലെ? നമ്മളെ ശൈത്താന്റെ പിടിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് ആരാ? അള്ളാഹു ആണ് അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബിസ്മില്ലാഹി അല്ലെ? ഞാൻ ശരണം തേടുന്നു ബില്ലാഹി. ആരിൽ നിന്നാ? ആരെ കൊണ്ടാണ്? അള്ളാഹുവിനോട് അല്ലെ? അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. മിന നിന്ന് ഷെയ്ത്താനിൽ നിന്ന് അല്ലെ? ബില്ലാഹി എന്നത് അള്ളാഹുവിനെ ആശ്രയിച്ച് നമ്മുടെ ശക്തിയിലല്ല അല്ലെ? എന്റെ ഈമാൻ കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ സംരക്ഷണ കൊണ്ട് എന്ന് നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്. പിന്നെ ഷെയ്ത്താനിൽ നിന്ന്. ഇപ്പോൾ ഷെയ്ത്താൻ നമ്മുടെ സ്ഥിര ശത്രുവായി കാണാൻ നമുക്ക് പറ്റൂല അല്ലെ? ഷെയ്ത്താനെ നമുക്ക് എപ്പോഴും കാണാനോ കേൾക്കാനോ പറ്റൂല. പക്ഷെ അവൻ നിരന്തരം നമ്മുടെ പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഖുർആനിൽ പറയുന്നുണ്ട് ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ അല്ലെ? അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. പക്ഷെ എന്താണ് പ്രശ്നം? മൂപ്പരാള് ഒളിഞ്ഞിരുന്നിട്ടൊക്കെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ? പലപ്പോഴും നമുക്ക് മനസ്സിലാവൂല. മൂപ്പരാൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോയതിനു ശേഷമാവും നമുക്ക് മനസ്സിലാവുക എന്താ ശൈത്താന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അല്ലെ? ചിലപ്പോ അത് നമുക്ക് എന്താവും? ഡിപ്രഷൻ ആയിട്ടൊക്കെ വരും. ചില സമയത്ത് കുടുംബ വഴക്കുകളായിട്ട് വരും. ചിലപ്പോ നമസ്കാരത്തിൽ ശ്രദ്ധക്കുറവായിട്ട് വരും. ഇങ്ങനെ ചിലപ്പോ ഒരു ചെറിയ സംശയമായിട്ടും വരാം അല്ലെ? അതിനാൽ ശരണം തേടല് ഒരൊറ്റ സമയം ചെയ്യുന്ന കാര്യമല്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ശൈത്താൻ നമ്മളെ ഏത് സമയവും നമ്മളെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ ശൈത്താൻ എന്നതിന്റെ റൂട്ട് ലെറ്റർ നോക്കാം. ഷീൻ തോ നൂൻ അല്ലെ? വളരെ ശതന എന്ന് പറയും അല്ലെ? വളരെ വിദൂരയുള്ളതാണ്. ഈ ശതന എന്നതിന്റെ മീനിങ് ആണ് വിദൂരത്തിൽ, വളരെ അകലെ അല്ലെ? ശൈത്താൻ സത്യത്തിൽ നിന്നും വളരെ അകലെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ടവനാണ് അല്ലെ? അവൻ സത്യത്തിൽ നിന്ന് അകന്നുകൊണ്ടാണ് നമ്മളെയും സത്യത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവനാണ് അല്ലെ ശൈത്താന്. അതേപോലെ തന്നെ ഈ ശതന എന്ന് പറയുന്നതിന്റെ രണ്ടാമതായിട്ടുള്ള പറയുന്ന ഒരു മീനിങ്, അറബി ഭാഷയിൽ പറയുന്ന മറ്റൊരു മീനിങ് ആണ് ശക്തമായി പിരിച്ച, വളരെ ശക്തമായിട്ടുള്ള ഒരു കയറ് അല്ലെ? അറബി ഭാഷയിൽ ശക്തിയുള്ള കുതിരയെ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറ് എന്നും ഈ ശതന എന്നതിന് പറയുന്നുണ്ട്. ഒരു ഭയങ്കര ശക്തിയുള്ള കുതിര, അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തമായ കയറ്. അതുപോലെ നമുക്ക് എത്ര ശക്തമായ ഈമാൻ നമുക്ക് ഉണ്ടെങ്കിലും ഞാനിനി ശൈത്താന്റെ പിന്നിൽ വീഴില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞാലും നമ്മളെ കെട്ടിയിടാൻ കഴിവുള്ളവനാണ് ആര്? ശൈത്താൻ അല്ലെ? വേറൊരർത്ഥം കൂടി ഈ ശതനു എന്നുള്ളതിന് അറബി ഭാഷയിൽ പറയുന്നുണ്ട്. അത് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഒരു കയറ് പോലെയാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഒരുമിച്ച് മുഴുവനായിട്ട് എടുക്കാൻ നമുക്ക് പറ്റൂല അല്ലെ? നമ്മൾ ചെറിയ ബക്കറ്റുകളിലായി കുറേശ്ശെ നമ്മൾ എടുക്കും. അതുപോലെയാണ് ശൈത്താൻ നമ്മളെ ടെംപ്റ്റേഷൻ ചെയ്യുന്നത് അല്ലെ? ഒരേ സമയം വലിയ ആപത്തിലേക്ക് തള്ളിയിടൂല. പക്ഷെ എന്ത് ചെയ്യും? ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയ അലക്ഷ്യം, ചെറിയ ഇളവ്, ഇങ്ങനെ അല്പാൽപമായി വലിച്ചയച്ച് നമ്മള് വലിയൊരു പടുകുഴിയിലേക്ക് ചാടിക്കും അല്ലെ? അപ്പൊ എന്തിനാണ് ആവുതു? കാരണം നമുക്ക് ഒറ്റക്ക് ശൈത്താന്റെ അടുത്ത് പോരാടാൻ നമുക്ക് ആവൂല അല്ലെ? നമ്മൾ ബലഹീനരാണ്. ശൈത്താൻ തുടർച്ചയായി നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാൽ നമുക്കൊരു കവചം ആവശ്യമാണ്. ആ കവചമാണ് അള്ളാഹുവിന്റെ സംരക്ഷണം. അഊദു ബില്ലാഹി എന്ന് ഒരു സാധാരണ വാക്കല്ല അല്ലെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് ഒരു സാധാരണ വാക്കല്ല, ഒരു സംരക്ഷണ പ്രഖ്യാപനമാണ്, ഒരു ആത്മീയ കവചമാണ് അല്ലെ? ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് അതിന്റെ കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ശൈത്താന്റെ വേറൊരു ക്വാളിറ്റിയും കൂടി എടുത്തു പറയുന്നുണ്ട് അല്ലെ? മിനശ് ശൈത്വാനിർ റജീം. ആരാണ്? ജീം എന്ന വാക്കിന്റെ റൂട്ട് ലെറ്റേഴ്സ് നോക്കാം. റോ, ജീം, മീം അല്ലെ? അറബിയില് റജമ് എന്ന് പറഞ്ഞാല് കല്ലെറിഞ്ഞ് തള്ളിക്കളയുക, കല്ലെറിഞ്ഞ് അകറ്റുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഇസ്ലാമില് ചില വലിയ കുറ്റങ്ങൾക്കൊക്കെ മുൻകാലങ്ങളില് ശിക്ഷയായി കല്ലെറിഞ്ഞ് കൊല്ലാൻ
കൊല്ലലുണ്ടായിരുന്നു അല്ലെ. അതായത് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കൽ. ഇപ്പോ മിനശ്ശൈത്താനിർ റജീം എന്നത് ശപിക്കപ്പെട്ടവൻ, കല്ലെറിഞ്ഞ് അകറ്റപ്പെട്ടവൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കരുണയിൽ നിന്നും തള്ളിക്കളയപ്പെട്ടവൻ എന്നൊക്കെയാണ് ഈ റജമ് എന്നതിന്റെ അർത്ഥം. അവൻ തന്നെയാണ് നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെ. ഷെയ്ത്താൻ തന്നെയാണ് നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നതും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ് ഷെയ്ത്താൻ. നമ്മളെയും ആ കരുണയിൽ നിന്ന് അകറ്റാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഷെയ്ത്താൻ സത്യത്തിൽ നിന്നും ദൂരെയുള്ളവനാണ് അല്ലെ. ശക്തമായി കെട്ടിയിടുന്ന കയറ് പോലെ നമ്മളെ പിടികൂടാൻ കഴിവുള്ളവനാണ് ആര്? ഷെയ്ത്താൻ. ചെറിയ ചെറിയ ചുവടുകള് വഴി വലിയ വീഴ്ചയിലേക്ക് നയിക്കുന്നവനാണ് ഷെയ്ത്താൻ അല്ലെ. അള്ളാഹുവിന്റെ കരുണയിൽ നിന്നും തള്ളിക്കളയപ്പെട്ടവനാണ് അവൻ അല്ലെ. അപ്പോൾ നമുക്ക് എത്ര ഈമാൻ ഉണ്ടെന്ന് തോന്നിയാലും അവൻക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ കഴിയും അല്ലെ. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് നേരിട്ട് കൽപ്പിച്ചിരിക്കുകയാണ് എന്ത്? നിങ്ങള് ഖുർആൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഇബാദത്ത് തുടങ്ങുമ്പോൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷെയ്ത്താന്റെ സ്വാധീനം ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെ. ഇത്രയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന ഒരു ആയത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഷെയ്ത്താൻ ആരാണ് അല്ലെ, അവന്റെ സ്വഭാവം എന്താണ്, അതേപോലെ തന്നെ റജീം എന്നത് എന്താണ് എന്നതുകൊണ്ട് എന്താണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ശരണം തേടേണ്ടത് അല്ലെ. ശരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരണം തേടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെ തുടരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആവശ്യമുള്ളവർ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ വേർഡ് മീനിങ്ങും കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ആഴത്തിൽ ഇറങ്ങി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഖൽബൻ ഖാശിഅ വനഫ്സൻ മുത്മഇന്ന വറസ്ഖൻ വഅമലൻ മുതഖബ്ബല. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വളരെ നന്നായിട്ട് മാഷാഅല്ലാഹ് തബാറകല്ലാഹ്. നല്ല ക്ലാസ്. ജസാക്കല്ലാഹ് ഖൈറൻ. അൽഹംദുലില്ലാഹ്.